ഇപ്പോൾ ഈ നൗഷാദിനെ ഇറക്കുകയാണ്. നൗഷാദിനെ ചേരമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ ദൃശ്യത്തിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. എന്തായാലും ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നൗഷാദിനെ ഇവിടേക്ക് ഇറക്കി ഇപ്പോൾ ഈ വാഹനത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉമേഷ് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതി പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നും ഞങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്ത് തരുവാണ്. അത് കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്രതിയുടെ തെളിവെടുപ്പ് നടത്തട്ടെ, അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ട് പറയാം. അല്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, പ്രതി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ അയാളുടെ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നായി വെരിഫൈ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ നിഗമനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ ഇപ്പം പ്രതി പറയുന്ന അനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പോകും. ഞങ്ങൾ നേരെ അഡ്വാൻസ് പറയാൻ കഴിയില്ല. പ്രതി പറയുന്ന കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് ഈ പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ വന്നു തെളിവെടുത്തു, ഈ സംഭവ സ്ഥലം എവിടെയാണ് എന്ന് കൺഫേം ആയിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ്. നോക്കട്ടെ, ഇനി 2 ദിവസം കൂടി ഉണ്ട്. പെട്ടെന്ന് 1 ദിവസം കൂടി തീരുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, താങ്ക് യു. ACP മെഡിക്കൽ കോളേജ് ACP ഉമേഷാണ് പ്രതികരിച്ചത്. ടീമുണ്ട്, അന്വേഷണത്തിൽ നാഗേഷ് ഉണ്ട്, അതേപോലെ തന്നെ സയന്റിഫിക് എക്സ്പേർട്ട് ഉണ്ട്. എല്ലാ ടീമും. ഓക്കെ, താങ്ക് യു. എന്തായാലും ആ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇനി ഇവിടെ നിന്നും ചേരമ്പാടിയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചേരമ്പാടിയിൽ കൂടി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് ആകുന്ന വിവരം. അതേസമയം ഈ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം നൗഷാദ് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് ആത്മഹത്യയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. എന്തായാലും ആ ഒരു നിലപാടിൽ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം ഹേമചന്ദ്രൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നീക്കം കൂടി ഇതിനുശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൃത്യം നടത്തി എന്ന് പറയുന്ന പോലീസ് പറയുന്ന ആ വീട് ഈ നൗഷാദിൻ്റെ വീടിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെയാണ്. അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അടുത്തടുത്ത് വീടുകളുണ്ട്, ധാരാളം വീടുകളുണ്ട്. ഇവിടെ വെച്ചാണ് കൃത്യം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ മറ്റ് പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. നേരത്തെ ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പോലും നൗഷാദ് പറഞ്ഞത് ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് അടക്കം പോലീസ് വിശദമായ രീതിയിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊപ്പം തന്നെ ക്രൈം സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും സിറ്റി ക്രൈം സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പമുണ്ട്. ചേരമ്പാടിയിലേക്കാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തന്നെ പരമാവധി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ് നടത്തുന്നത്. വിജയകുമാർ. യെസ്, ഹേമചന്ദ്രൻ കേസിലാണ് അപ്പോൾ പ്രതി നൗഷാദിനെ മറ്റൊരു സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണ്. അന്വേഷണം ഈ ഘട്ടത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് മെഡിക്കൽ കോളേജ് ACP വിശദീകരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ടോ, ഇത് ആത്മഹത്യ എന്ന ഈ പ്രധാന പ്രതിയുടെ മൊഴി, ഇതിലൊക്കെ അന്വേഷണം നടക്കും.